തൈപ്പൂയം തമിഴ് മാസമായ തൈയിലെ മകരമാസം പൗർണമി ദിനത്തിൽ പൂയം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി ആരാധനയുടെ വിശേഷപ്പെട്ട ഉത്സവമാണ് തൈപ്പൂയം. അസുരനായ ശൂരപത്മനെ വധിച്ച് മുരുകൻ വിജയം കൈവരിച്ചതിനെയും പാർവതീദേവിയിൽ നിന്ന് മുരുകൻ വേൽ സ്വീകരിച്ചതിനെയും ഇതനുസ്മരിപ്പിക്കുന്നു. ഭക്തർ കാവടിയാട്ടം, പാൽക്കുടം എന്നിവ വഴി സുബ്രഹ്മണ്യന് നന്ദി രേഖപ്പെടുത്തുന്നു. തൈപ്പൂയത്തിന്റെ പ്രധാന പ്രത്യേകതകൾ: അസുരവധത്തിനും തിന്മയ്ക്കെതിരെയുള്ള വിജയത്തിനുമായി മുരുകൻ വേൽ കൈപ്പറ്റിയ ദിവസമായി കണക്കാക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും, ഉദാഹരണം ഹരിപ്പാട്, കൂർക്കഞ്ചേരി, ഇത് പ്രധാനമാണ്. കാവടിയാട്ടം, ഭസ്മാഭിഷേകം, പാലഭിഷേകം, കവിളിലും നാവിലും വേൽ കുത്തി മുറിവേൽപ്പിക്കൽ, അപൂർവം എന്നിവയിലൂടെ ഭക്തർ വ്രതം അനുഷ്ഠിച്ച് മുരുകനെ പ്രീതിപ്പെടുത്തുന്നു. ഇവയെല്ലാം വേദനയ്ക്കപ്പുറം വിശ്വാസത്തിന്റെ ശക്തി കാണിക്കുന്നു. വിശ്വാസം, സഹിഷ്ണുത, പാപമോചനം, ശുദ്ധീകരണം എന്നിവയാണ് തൈപ്പൂയത്തിന്റെ കാതൽ. ശിവപുത്രനായ മുരുകന്റെ പിറന്നാളായും പലരും ഈ ദിനത്തെ കണക്കാക്കാറുണ്ട്. തമിഴ്നാട്ടിലെ പളനി മുരുകൻ ക്ഷേത്രം തൈപ്പൂയത്തിന് വളരെ പ്രശസ്തമാണ്. തമിഴ്നാട്ടിലെ പളനി, കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങൾ എവിടെയായാലും തൈപ്പൂയം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. തൈപ്പൂയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസമുണ്ടെങ്കിൽ വേദന പോലും പ്രാർത്ഥനയാകും, സമർപ്പണമുണ്ടെങ്കിൽ ഭാരം പോലും ഭക്തിയാകും. മുരുകന്റെ കൃപയാൽ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി മനസ്സിന് ശാന്തിയും ഹൃദയത്തിന് ശക്തിയും ലഭിക്കട്ടെ. വേൽ വണങ്ങാം, മുരുകനെ സ്മരിക്കാം, ഭക്തിയോടെ പറയാം വേൽ വേൽ മുരുക ഹരോഹര. കൂടുതലറിയാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.